അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫാ വആലിഹിൽ മുസ്തക്മിലീന ശുറഫാ. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ഇനി അത്യാവശ്യമാണെങ്കിൽ എന്ന് നമുക്ക് അറബി പറയണം. അത് അത്യാവശ്യമാണെങ്കിൽ അതെങ്ങനെയാ പറയാ? ഇദാ കാന ളറൂരിയൻ, ഇദാ കാന ളറൂരിയൻ, അത് അത്യാവശ്യമായാൽ, അത് അത്യാവശ്യമാണെങ്കിൽ. ഇദാ കാന ളറൂരിയൻ. ഇനി ഒരു കാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റി എന്ന് ഞാൻ സമ്മതിക്കുന്നു, തെറ്റുപറ്റിയത് ഏറ്റുപറയുന്നു. അതെങ്ങനെയാ പറയാം? അഅ്തരിഫു ബി അന്നി കുന്തു മുഖ്തിഅ. അഅ്തരിഫു ബി അന്നി കുന്തു മുഖ്തിഅ. അഅ്തരിഫു ബി അന്നി കുന്തു മുഖ്തിഅ. എനിക്ക് തെറ്റുപറ്റിയത് ഞാൻ സമ്മതിക്കുന്നു. നീ എൻ്റെ കാര്യം നോക്ക്, നീ നിൻ്റെ കാര്യം നോക്കുക നമ്മൾ സാധാ പറയല്ലോ. അതെങ്ങനെയാ പറയാ? ഇൽസം ശുഗലക്, ഇൽസം ശുഗലക്. നീ നിൻ്റെ കാര്യം നോക്ക്. എനിക്കറിയാം, സദാ പ്രയോഗിക്കുന്നൊരു പ്രയോഗം. അനാരിഫ്, അനാരിഫ്, എനിക്കറിയാം. അനാരിഫ് കൈഫ അൻത്, അനാരിഫു കൈഫ അൻത്. നീ എങ്ങനെയാണെന്ന് എനിക്ക് നന്നായി അറിയാം. അനാരിഫ് അഖ്ബാറക്, നിൻ്റെ വർത്തമാനങ്ങൾ എനിക്കറിയാം. അനാരിഫു അഖ്ലാഖക്, നിൻ്റെ സ്വഭാവങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയാം. അനാരിഫ്, എനിക്കറിയാം. ഇനി എനിക്ക് തിരക്കാണ്. അനമുസ്താജിൽ, സാധാ ഇവർ ഉപയോഗിക്കുന്ന ഒരു പദമാണ്, അറബികൾ സാധാ ഉപയോഗിക്കുന്നതാണ്. അനമുസ്താജിൽ. ബംഗാലകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ വന്നാൽ പെട്ടെന്ന് സാധനം ചോദിച്ചുകൊണ്ട് അനമുസ്താജിൽ എന്ന് പറയും. അതായത് യാ അഖി ആതിനി ബിസുറഅ, ആതിനി ബിസരിയ, ജിബ് സരിയ അന മുസ്താജിൽ യാ അഖി. എനിക്ക് പെട്ടെന്ന് താ, ഞാൻ മുസ്താജിലാണ്, ഞാൻ വളരെ തിരക്കാണ് എന്ന് പറയും. അന മഷ്ഗൂൽ എന്ന് പറയും, നമ്മൾ നേരത്തെ പഠിച്ചത്. തിരക്കിലാണ്. ഇനി അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് പറയാം. അന്നഹു അല്ലെങ്കിൽ ഇന്നഹു അംറുൻ മുഹിം, ഇന്നഹു അംറുൻ മുഹിം. അത് ഒരു മുഹിമായ കാര്യമാണ്, ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് പറയും. ഇനി
ദയവ് ചെയ്ത് എന്നെ സഹായിക്കൂ എന്ന് പറയും. ദയവ് ചെയ്ത് എന്നെ സഹായിച്ചാലും സായിദിനി മിൻ ഫളിക്, സായിദിനി മിൻ ഫളിക്, ദയവായി എന്നെ സഹായിച്ചാലും സഹായിക്കൂ, സായിദിനി മിൻ ഫളിക്. അതുപോലെ അത് ആകർഷകമാകും. അത് പിന്നീട് ആകർഷകമാകും. സയകൂനു ദാലിക ലത്തീഫ, സയകൂനു ദാലിക ലത്തീഫ, അത് ആകർഷകമാകും. ഞാൻ വേണ്ട വിധം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന്, ഞാൻ വേണ്ട വിധം അവനെ മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയാലോ. അറഫ്തുഹു, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അവനെ, അല്ലെങ്കിൽ അത് ഹഖൽ മാരിഫ, അറിയേണ്ട വിധം, മനസ്സിലാക്കേണ്ട വിധം. അപ്പോൾ അറഫ്തുഹു ഹഖൽ മാരിഫ, ഞാൻ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയേണ്ടത്. മനസ്സിലാക്കല്ല, മനസ്സിലാക്കി കൊടുക്കുക, മറ്റൊരാൾക്ക് അറിയിച്ചു കൊടുക്കുക. അങ്ങനെയാകുമ്പം നമുക്കറിയാം, മീസാനിലൊക്കെ നമ്മൾ പഠിച്ചതാണ്, ലാസിമായതിനെ മുത്തഅദ്ദിയാക്കാൻ സുലാസി മുജറദിൽ ഒരു ഹംസയാദ്യം ഒരിക്കൽ സിയാദത്തിൽ ഹംസ് വത്തളീഫിൽ ലൈനി, ഇത് രണ്ടിലൊന്നാണ്. അപ്പം അറഫ എന്ന് പറയുകയോ അല്ലെങ്കിൽ അറഫ എന്ന് പറയുകയോ ചെയ്താണ്. അപ്പോൾ അറഫ്തുഹു, അവനെ ഞാൻ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഹഖൽ മാരിഫ, മനസ്സിലാക്കി കൊടുക്കേണ്ട വിധത്തിൽ ഞാൻ അവന് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അറഫ്തുഹു ഹഖൽ മാരിഫ എന്നർത്ഥം. ഇനി അത് സഹിക്കാൻ എനിക്ക് കഴിയില്ല, അങ്ങനെ പറയാം. കഴിയുക എന്നുള്ളതിന് നമുക്കറിയാം. മനിസ്തത്തായിലേഹി സബീല അന്തർഷദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വ തുഖീമസ് സ്വലാഹ വ തുഅതിയസ് സക്കാ വ തസൂമ റമളാൻ വ തഹജ്ജൽ ബൈത ഇൻ ഇസ്തതാഅത്. അപ്പോൾ യസ്തതിഉ ലാ അസ്തതിഉ, എനിക്ക് കഴിയില്ല. അൻ അതഹമ്മല ദാലിക്, ലാ അസ്തതിഉ അൻ അതഹമ്മല ദാലിക്, അത് സഹിക്കാൻ എനിക്ക് കഴിയില്ല. ലാ അസ്തതിഉ അൻ അതഹമ്മല ദാലിക്, അല്ലെങ്കിൽ അതഹമ്മല ഹാദാ, ഇത് സഹിക്കാൻ എനിക്ക് കഴിയില്ല. അല്ലെങ്കിൽ ലാ അസ്തതിഉ അൻ അതഹമ്മല ഖൗലക്, നിൻ്റെ ആ വാക്ക് എനിക്ക് സഹിക്കാൻ കഴിയില്ല. ഇനി പ്രവൃത്തിയാണെങ്കിൽ ലാ അസ്തതിഉ അൻ അതഹമ്മല ഫീലക്, നിൻ്റെ ആ പ്രവൃത്തി എനിക്ക് സഹിക്കാൻ കഴിയില്ല. ഇനി അത് സഹിക്കാൻ എനിക്ക് സാധ്യമല്ല എന്നാണ് പറയുന്നത്. കഴിയില്ല എന്നാണ് നേരത്തെ പറയുന്നത്, സാധ്യമേ അല്ല എന്നാണ് പറയേണ്ടത്. എന്നാൽ ലാ യുംകിനുനി അൻ അതഹമ്മല ദാലിക, ലാ യുംകിനുനി, ലാ അസ്തതിഉവിൻ്റെ അവിടെ ലാ യുംകിനുനി, എനിക്ക് സാധ്യമല്ല, എനിക്ക് സൗകര്യമല്ല, അൻ അഹ്തമില ദാലിക, അത് സഹിക്കാൻ എനിക്ക് സാധ്യമല്ല. ഇനി നീ എന്ത് ചെയ്യും, താങ്കൾ നീ ഇനി എന്ത് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കണം. മാതാ നഫ്അലുല്ലാൻ, ഇനി നാം എന്ത് ചെയ്യും. മാതാ തഫ്അലുല്ലാൻ, താങ്കൾ ഇപ്പോൾ എന്ത് ചെയ്യും, താങ്കൾ ഇനി എന്താ ചെയ്യുക. ഇനി ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ, സദാ സംഭാഷണത്തിൽ വരുന്നൊരു പദമാണ്, ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ എന്ന് ചോദിക്കും. ഇസ്മഹ്ലി അനാദീഹി,
അല്ലെങ്കിൽ ഉനാദീഹി, ഇസ്മഹിലി ഉനാദീഹി, ഞാൻ അദ്ദേഹത്തെ ഒന്ന് വിളിക്കട്ടെ. ഇസ്മഹിലി ഉനാദീഹി, അനാദീഹി രണ്ടും പറയും അവർ. ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ. ഇനി ഒരു കാര്യം സംഭവ്യമാണ്, പക്ഷേ സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിക്കും. സംഭവിക്കാവുന്നതാണ്, പക്ഷേ സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്ന്. ഹാദാ മുംകിനും, സാധ്യതയാണ്. വലാകിൻ ഹൽ യഹ്തമിലു, എന്നാൽ സംഭവിക്കുമോ? സംഭവിക്കാൻ സാധ്യതയുണ്ട്, പക്ഷേ അത് സംഭവിക്കുമോ? ഹാദാ മുംകിനുൻ വലാകിൻ ഹൽ യഹ്തമിലു. ഇനി താങ്കൾക്കെപ്പോൾ സമയം കിട്ടും എന്നൊരാളോട് ചോദിക്കും. താങ്കൾക്കെപ്പോൾ സമയം കിട്ടും? മതാ തജിദുൽ വഖ്ത്, മതാ തജിദുൽ വഖ്ത്, മതാ തജിദുൽ വഖ്ത്, താങ്കൾക്ക് എപ്പോൾ സമയം കിട്ടും? ഇനി ഒരു കാര്യം ഒരാൾ പറഞ്ഞിട്ട് അതിനൊരു പോംവഴി എന്താണെന്ന് ചോദിക്കും. ഇതിനെന്താണ് പോംവഴി, ഇതിനൊരു മാർഗം എന്താണ് എന്ന് ചോദിക്കണം. മാ ഹുവൽ ഹില്ലു ലിഹാദ, മാ ഹുവൽ ഹില്ലു ലിഹാദ, മാ ഹുവൽ ഹില്ലു ലിഹാദ, ഇതിന് പോംവഴി എന്താണ്? ഇനി കണക്കുകൾ പരിശോധിക്കൂ. ഇഫ്ഹസിൽ ഹിസാബ, അല്ലെങ്കിൽ ഫത്തിഷ്, തഫത്തിഷ് ഹിസാബാത്ത്. ഹിസാബാത്ത് എന്ന കണക്കുകളാണ്, ഹിസാബ് കണക്ക്. ഈ ഗൾഫിലൊക്കെ അലജംബസ് എന്ന് പറയും. അതായത് 2 റിയാൽ, ഇപ്പം 3 റിയാലാണ്. 2 റിയാൽ കൊടുത്താൽ എവിടെയും പോയാൽ അങ്ങനെ ചെറിയ ബസ്സായിരിക്കും. അപ്പോൾ അതിന് കയറിയാൽ ചിലപ്പോൾ അവർ ഫാൻ ഫുലൂസ്, അതിന് ഹിസാബ് എന്നൊക്കെ പറയും. ചിലപ്പോൾ ഒരു ഹദീസ് അവർ പറയാം, ഹാസിബോ ഖബ്ലാൻ തുഹാസിബോ, ഹാസിബോ ഖബ്ലാൻ തുഹാസിബോ എന്ന് പറയും. നിങ്ങൾ വിചാരണ ചെയ്യുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ നിങ്ങളുടെ കണക്കൊന്ന് നോക്കുക എന്നാണ്. അപ്പോൾ ഹാസിബോ എന്നുള്ള ആ വാക്കെടുത്ത് ചിലപ്പോൾ പറയും. അപ്പം അങ്ങനെ ബസ് യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഹാസിബോ ഖബ്ലാൻ തുഹാസിബോ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഹിസാബ് ചോദിക്കുകയാണ്, അവരുടെ കാശ് അവർ ചോദിക്കുകയാണ്, റിയാൽ അല്ലെങ്കിൽ ദിർഹം ചോദിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത്യാവശ്യമാണ് എന്ന് പറയൽ എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. എനിക്ക് തെറ്റുപറ്റിയത് ഞാൻ സമ്മതിക്കുന്നു എന്നെങ്ങനെയാണെന്ന് പഠിച്ചു. നീ നിൻ്റെ കാര്യം നോക്ക് എന്ന് പറയൽ എങ്ങനെയാണെന്ന് പഠിച്ചു. എനിക്കറിയാം എന്നുള്ളത് പഠിച്ചു. ഞാൻ തിരക്കിലാണ്, എനിക്ക് ധാരാളം ജോലികളുണ്ട് എന്ന് പറയൽ പഠിച്ചു. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, മുഹിമായ ഒരു കാര്യമാണ് എന്ന് പറയാൻ പഠിച്ചു. ദയവ് ചെയ്ത് എന്നെ സഹായിക്കൂ എന്ന് പറയാൻ പഠിച്ചു. അത് ആകർഷകമാകും എന്ന് പറയാൻ പഠിച്ചു. ഞാൻ ആ കാര്യം അറിയിക്കേണ്ട വിധത്തിൽ അറിയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട വിധത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നൊക്കെ എങ്ങനെയാണെന്ന് പറയലെന്ന് പഠിച്ചു. അതുപോലെ തന്നെ എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവനെ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവൻ്റെ സ്വഭാവത്തെ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് സഹിക്കാൻ സാധ്യമല്ല, ഇതൊക്കെ പറയൽ എങ്ങനെയാണെന്ന് പഠിച്ചു. ഇനി നമ്മൾ എന്താണ് ചെയ്യുക അത് പഠിച്ചു. ഞാൻ അവനെ വിളിക്കട്ടെയോ എന്ന് സമ്മതം ചോദിക്കൽ എങ്ങനെയാണെന്ന് പഠിച്ചു. ഇത് സംഭവിക്കുന്നൊരു കാര്യമാണ്, പക്ഷേ സംഭവിക്കാൻ സാധ്യതയുണ്ടോ, സംഭവിക്കുമോ അത് പഠിച്ചു. എപ്പോഴാണ് താങ്കൾക്കിനി ഒഴിവ് സമയം കിട്ടുക എന്നുള്ളത് ചോദിക്കാൻ പഠിച്ചു. ഒരു കാര്യം പറഞ്ഞിട്ട് അതിന് പോംവഴി എന്താണ് ഒരു മാർഗം എന്ന് ചോദിക്കൽ എങ്ങനെയാണെന്ന് പഠിച്ചു. അതുപോലെ
കാശ് ചോദിക്കാനും ഹിസാബ് തീർക്കാനും പറയാൻ പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ്, വാക്കുകളാണ് ഇന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു 19-20 വാക്കുകൾ, വാചകങ്ങൾ അൽഹംദുലില്ലാഹ് എന്ന് പഠിച്ചു. ഇൻഷാ അല്ലാഹ് ബാക്കി തുടർന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഒരു 2-3-4 ദിവസം കൂടി കഴിഞ്ഞിട്ട് ഇനി ഈ പഠിച്ചു പോയതിൽ അതോട് ബന്ധപ്പെട്ട അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ നതീജ, ഖുലാസ അതൊന്ന് ഓരോരുത്തരും പറഞ്ഞു തരണം ഇൻഷാ അല്ലാഹ്. അത് ഒരു 4-5 ക്ലാസ്സും കൂടി കഴിഞ്ഞ ശേഷം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ വേറെ കുറച്ച് സംസാരങ്ങളും സംഭാഷണങ്ങളും വീഡിയോകളുമൊക്കെ ഇൻഷാ അല്ലാഹ് ഇട്ട് തരും. ഇനി അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓരോരുത്തരും അത് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.